ഇന്ന് ചുമതലയേറ്റ ഉടൻ തന്നെ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസത്തോടുകൂടി പ്രഖ്യാപിച്ചത് കേരളത്തിൽ എൻഡിഎ അധികാരത്തിലെത്തിക്കാതെ ഇവിടെ നിന്ന് മടങ്ങില്ല എന്നാണ്. അദ്ദേഹം അതിനുള്ള പദ്ധതികൾ ഉണ്ടെന്നും അതിനു വേണ്ട എല്ലാ തന്ത്രങ്ങളും ഉണ്ടാകുമെന്നും അതത്ര ബാലികേറമലയിലെന്ന് കെ സുരേന്ദ്രൻ അതേ ചടങ്ങിൽ തന്നെ പറയുന്നതൊക്കെ നമ്മൾ ഇന്ന് കേട്ടു. ഈ ദൗത്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വരിക പാർട്ടിക്കകത്തു നിന്നാണോ പുറത്തു നിന്നാണോ? ആ ചോദ്യത്തിന്റെ യുക്തി തന്നെ എനിക്ക് മനസ്സിലായില്ല. പാർട്ടിക്കകത്ത് നിന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിലുള്ള വെല്ലുവിളി ഉണ്ടെന്ന് സംശയിക്കാൻ തക്ക എന്ത് സാഹചര്യമാണ് നിലവിൽ നമ്മുടെ മുമ്പിലുള്ളത്? പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇതുവരെ കേരളത്തിൽ ആക്റ്റീവ് പോലും അല്ലായിരുന്ന ഒരു നേതാവിന് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എന്ത് സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്? പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയില്ലാത്ത ഒരാൾക്ക് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കാൻ സാധിക്കുമോ? പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ കഴിയും. അധ്യക്ഷന്റേത് അത് ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷന് പാർട്ടിയുടെ പിന്തുണയില്ലാതെ അത് സാധിക്കുമോ? ശ്രീ ശങ്കുട്ടിദാസ്, നമ്മൾ ഇന്നൊരു ദിവസം കണ്ണടച്ചാൽ ആകെ ഇരുട്ടായി പോവില്ല. നോക്കൂ, സംസ്ഥാന ബിജെപിയിൽ കഴിഞ്ഞ 5 വർഷമായി കെ സുരേന്ദ്രൻ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, പാർട്ടിക്ക് അകത്തു നിന്നായിരിക്കുമോ പുറത്തു നിന്നായിരിക്കുമോ പുതിയ സംസ്ഥാന അധ്യക്ഷന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരിക എന്ന്? നോക്കൂ, ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഈ പറയുന്നതൊക്കെ. ബിജെപിക്കുള്ളിൽ എന്തോ ഗുരുതരമായിട്ടുള്ള ഗ്രൂപ്പിസവും വഴക്കും ഒക്കെ ഉണ്ട്. പാർട്ടിയുടെ പൊതുവായിട്ടുള്ള താല്പര്യത്തിനെതിരായിട്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ മാത്രം താല്പര്യപ്രകാരം രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കിയതാണ്. ഇത് കേരളത്തിലെ ബിജെപിയുടെ റാങ്ക് ആൻഡ് ഫയൽ ഇത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹം വലിയ വെല്ലുവിളി നേരിടാൻ പോവാണ്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചു പുലർത്താനുള്ള അവകാശമുണ്ട്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാണെന്നുള്ള ഭാവേന പാർട്ടിയുടെ പ്രതിനിധിയോട് അത് ചോദ്യമായി ചോദിക്കുന്നത് ന്യായമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയുടെ ഏകകണ്ഠമായിട്ടുള്ള തീരുമാനമായിട്ടാണ് പാർട്ടിയുടെ കോർ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ അംഗങ്ങളും ഏകകണ്ഠമായി തീരുമാനിക്കുന്ന, അതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിക്കപ്പെടുന്ന അധ്യക്ഷനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചുമതലയേറ്റിട്ടുള്ളത്. ആ ചുമതലയേറ്റെടുത്തുള്ള ചടങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അസന്തുഷ്ടിയോ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് വെച്ച് 2 ദിവസം ചർച്ച നടത്താനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് പാർട്ടിയുടെ മുഴുവൻ സംവിധാനവും ഒറ്റക്കെട്ടായിട്ട് വളരെ ഹർഷോന്മാദത്തോടുകൂടി വളരെ ആഹ്ലാദത്തോടുകൂടി അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ അധ്യക്ഷൻ അടുത്ത 2 വർഷത്തേക്കുള്ള പാർട്ടിയുടെ പദ്ധതി എന്താണ്, ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പോരായ്മകളോ ഉണ്ട്, അത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്നല്ല അദ്ദേഹം പറയുന്നത്. ഈ പാർട്ടി കേരളത്തിൽ അധികാരം പിടിക്കാൻ പ്രാപ്തിയും ശക്തിയുമുള്ള ഒരു സംഘടനാ സംവിധാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത ലക്ഷ്യം എന്താണ്? കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, കേരളത്തിലെ ബിജെപിയുടെ വളർച്ചയുടെ ഗ്രാഫ് വെറുതെയെങ്കിലും നിങ്ങളൊന്ന് നോക്കൂ. 2006 വരെ 5% വോട്ടില്ലാതിരുന്നിരുന്ന പാർട്ടിയാണ് കേരളത്തിലെ ബിജെപി. എന്നാൽ ആ ബിജെപിക്ക് 2011 ആകുമ്പോൾ 6% വോട്ടാണുള്ളത്. അതിന് 2014 ആകുമ്പോൾ 10.82% വോട്ടാണുള്ളത്. 2019 ആകുമ്പോഴേക്ക് അത് 15.64% ആവുന്നു. 2024 നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അത് 19.24% മാറിയിരിക്കുന്നു. അതായത് 20%-ത്തിനിടയിൽ വോട്ടുള്ള പാർട്ടിയായിട്ട് ബിജെപി മാറുകയാണ്. 10 വർഷം കൊണ്ട് വോട്ട് ഷെയർ ഇരട്ടിയാക്കി ബിജെപി വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കേരളത്തിലെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 39 ലക്ഷം വോട്ടുകളാണ്. അതായത് കേരളത്തിലുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയാണ്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് ബിജെപിയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലും അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ജയത്തിനോട് അടുത്ത പ്രകടനം ബിജെപി കാഴ്ചവെച്ചിട്ടുണ്ട്. തൃശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി ജയിച്ചിട്ടുണ്ട്. ഇത്രയും അഭൂതപൂർവമായിട്ടുള്ള ഒരു പ്രകടനം നടത്തിയിട്ട് എന്ത് നിലയ്ക്കും ഇന്ന് വരെയുള്ള ചരിത്രത്തിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം നടത്തി നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടി അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് വേറൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്തത്രയും സുതാര്യമായ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ബൂത്ത് തലം മുതൽ സംസ്ഥാന അധ്യക്ഷന്റെ തലം വരെയുള്ള എല്ലാ ആൾക്കാരെയും തെരഞ്ഞെടുപ്പിലൂടെ എല്ലാ വിഭാഗ ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതകളോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ ഇല്ലാതെ എല്ലാ കമ്മിറ്റികളും ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തേക്ക് 2 നോമിനികൾ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ നോമിനേഷൻ പേപ്പർ മാത്രമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലാ അധ്യക്ഷന്മാരുടെ സ്ഥാനത്തേക്ക് ഏതെങ്കിലും സ്ഥലത്ത് മത്സരം നടന്നിട്ടില്ല. എല്ലായിടത്തും ഐക്യകണ്ഠമായിട്ട് ഒരൊറ്റ നോമിനേഷൻ പേപ്പർ മാത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ബൂത്ത് തലം മുതൽ 20,000 ബൂത്ത് കമ്മിറ്റികൾ കേരളത്തിൽ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ബിജെപി സംഘടിപ്പിച്ചു. എല്ലാ ബൂത്തുകളിലും പുതിയ ചുമതലക്കാർ എന്നുള്ള രീതിയിൽ 280 സംഘടനാ മണ്ഡലങ്ങളിൽ ചുമതലക്കാരെ നിശ്ചയിച്ചു. ഈ 280 സംഘടനാ മണ്ഡലങ്ങൾ, അതായത് 140 മണ്ഡലങ്ങളെ വീണ്ടും 2ആക്കി ഭാഗിച്ച് മൈക്രോ മാനേജ്മെന്റ് നടത്താൻ പറ്റുന്ന തലത്തിൽ കൂടുതൽ കേഡർമാർക്ക് ഉത്തരവാദിത്തം കൊടുക്കാൻ കഴിയുന്ന തലത്തിൽ 280 മണ്ഡലങ്ങളാക്കി മാറ്റി. ആ 280 മണ്ഡലം ഉണ്ടാക്കിയപ്പോൾ അതിൽ 39 മണ്ഡലങ്ങളിൽ വനിതകളാണ് മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ളത്. 31 മണ്ഡലങ്ങളിൽ SC വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ളത്. 12 സ്ഥലങ്ങളിൽ ST വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് മണ്ഡലം പ്രസിഡന്റുമാരായിട്ട്
വന്നിട്ടുള്ളത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്. ജില്ലാ പ്രസിഡന്റുമാരെ നോക്കൂ, മൊത്തം സംഘടനാ 14 ജില്ലകൾ എന്നത് വീണ്ടും വിഭജിച്ചുകൊണ്ട് 30 ജില്ലാ സമിതികൾ രൂപീകരിച്ചു. ആ 30 ജില്ലാ സമിതികളിൽ 4 ജില്ലാ അധ്യക്ഷന്മാരായിട്ട് വനിതകൾ വന്നു, ഒരു ജില്ലാ അധ്യക്ഷനായിട്ട് ഒരു മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആൾ വന്നു, 2 സ്ഥലങ്ങളിൽ SC വിഭാഗത്തിലുള്ള ആൾ വന്നു. അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സങ്കല്പിക്കാനോ സ്വപ്നം കാണാനോ പോലും കഴിയാത്ത തരത്തിലുള്ള വളരെ പഴുതടച്ചിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എല്ലാവരുടെയും തീരുമാനപ്രകാരം കേരളത്തിൽ ഒരു പുതിയ മുഖം BJPക്ക് കൊടുക്കുക. ഇതുവരെ കണ്ട് പരിചയിച്ചിട്ടുള്ള മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ BJPയുടെ മാറുന്ന മുഖച്ഛായയുടെ അടയാളമാകുന്ന ഒരു അധ്യക്ഷനെ കൂടി കുറെ കൂടി ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള, എന്താ പറയുക, യുവത്വത്തിനോട് കൂടുതൽ സംവദിക്കാൻ സാധിക്കുന്ന മട്ടിലുള്ള നമ്മുടെ മറ്റുള്ള പാർട്ടികളുടെയൊക്കെ അധ്യക്ഷന്മാരെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നതാണ്. 71 വയസ്സുള്ള ഗോവിന്ദൻ മാഷാണ് CPMന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്, 77 വയസ്സുള്ള K സുധാകരനാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അവിടെയാണ് 60 വയസ്സുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന താരതമ്യേന രാഷ്ട്രീയത്തിലെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാള് കേരളത്തിന് പുറത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും സംരംഭങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും വിജയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലൂടെ നമ്മൾ പറഞ്ഞു പോകണല്ലോ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ പാർട്ടിയിൽ വലിയ അസംതൃപ്തി ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ അധ്യക്ഷനായിട്ട് വേണമെന്ന് എല്ലാ പാർട്ടികളും ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം BJPയിലായി പോയതാണ് നിങ്ങളുടെയൊക്കെ സങ്കടം എന്നുള്ളതല്ല എന്താ പ്രശ്നം. ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ ഒരാൾ CPMിലേക്കാണ് വരുന്നതെങ്കിൽ അവർ 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കുമായിരുന്നില്ലേ? കോൺഗ്രസിലേക്കാണെങ്കിൽ അവർ സ്വീകരിക്കുമായിരുന്നില്ലേ? എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫൈല്? അദ്ദേഹം ഗുജറാത്തിലുള്ള അഹമ്മദാബാദിൽ ജനിച്ച് ബാംഗ്ലൂരിലുള്ള കേന്ദ്രീയ വിദ്യാലയം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 8 കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിച്ച് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് BTech കഴിഞ്ഞ് അതിനുശേഷം ചിക്കാഗോയിലുള്ള ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് അതിനുശേഷം വിനോദ് ധാം എന്ന് പറയുന്ന ഇൻഡോ അമേരിക്കൻ എന്റർപ്രണർ, എഞ്ചിനീയർ, ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, അദ്ദേഹം ഇന്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്തിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടെക്നീഷ്യൻസിനെ എടുത്തപ്പോൾ അതിലൊരു അംഗമായി മാറി ഇന്റലിന്റെ i486 പ്രോസസർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടീമിന്റെ ഭാഗമായി മാറി. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന് BPL കമ്പനിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വന്ന് അതിനുശേഷം BPL മൊബൈൽസ് എന്ന് പറയുന്ന പുതിയൊരു സംരംഭം ഇന്ത്യയിൽ ആരംഭിച്ച് 2004 ആയപ്പോഴേക്കും ജൂപ്പിറ്റർ ക്യാപിറ്റൽ വെഞ്ചർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം ആരംഭിച്ച് 2006 മുതൽ 2024 വരെ തുടർച്ചയായിട്ട് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നുകൊണ്ട് 1 റാങ്ക് 1 പെൻഷൻ പോലെയുള്ള GST ബില്ല് പോലെയുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് പോലെയുള്ള രാജ്യത്തെ വളരെ പ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി 2016 മുതൽ NDAയുടെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ് 2018 മുതൽ BJPയുടെ നേതാവായി ദേശീയ സ്പോക്സ് പേഴ്സണായി ചുമതല വഹിച്ച് 2021 മുതൽ 2024 വരെ കേന്ദ്രത്തിൽ 3 വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി പ്രവർത്തിച്ച് ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ടെക്നോളജിയും ജൽശക്തിയും സ്കിൽ ഡെവലപ്മെന്റും പോലെ വളരെ പ്രാധാന്യമുള്ള വകുപ്പുകളുടെ ചുമതല വഹിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വെറും 35 ദിവസം കൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ 3.5 ലക്ഷം വോട്ടുകൾ സമാഹരിച്ച് വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ള കൈവച്ച മേഖലകളിലെല്ലാം വിജയിച്ചിട്ടുള്ള ലോകമറിയുന്ന പ്രസിദ്ധനായ പ്രമുഖനായ ആരും ആഗ്രഹിക്കുന്ന ആധുനിക കാലത്തിന്റെ പ്രശ്നങ്ങളെ സമീപിക്കാനുള്ള വൈദഗ്ധ്യവും മികവുമുള്ള ഒരാള് BJPയുടെ അധ്യക്ഷനായിട്ട് വരുമ്പോൾ BJP മാത്രമല്ല മറ്റുള്ള എല്ലാ പാർട്ടികളും അത്തരത്തിലുള്ളൊരു മാറ്റം തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയല്ലേ ചെയ്യേണ്ടത്. അവിടെ ഇത്തരത്തിലുള്ളൊരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം, ഇങ്ങനെയൊരു മുഖം മാറ്റലിന് BJP തയ്യാറായിരിക്കുന്നു എന്നുള്ളതിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇത് BJPക്കുള്ളിൽ ഏതോ തരത്തിലുള്ള സംഘർഷത്തിന് വഴിവെക്കാൻ പോവുകയാണെന്നുള്ള ആഗ്രഹം പങ്കുവെക്കുന്നതിലൂടെ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും നിങ്ങളുടെ ആശങ്കയ്ക്കൊന്നും യാതൊരു പഴുതുമില്ല. കേരളത്തിലെ മറ്റുള്ള പുറത്തുള്ള പാർട്ടികൾക്കൊക്കെ വല്ല സങ്കടവും വലിയ വിഷമവും ഇതിനെതിരെയുള്ള വലിയ പടയൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി തകർക്കാനും അദ്ദേഹത്തെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് സ്ഥാപിക്കാനും അദ്ദേഹം വളരെ മോശം ഒരു മനുഷ്യനാണെന്ന് സ്ഥാപിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ BJP എന്ന് പറയുന്ന സംവിധാനം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ അധ്യക്ഷന്റെ കീഴിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതുപോലെ 2026 ശ്വാസമെടുക്കാൻ പോലും നിർത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശരി, അകത്തൊരു വെല്ലുവിളിയും ഇല്ല എന്ന് ഇത്രയും നേരം താങ്കൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായി. പുറത്തെന്തെങ്കിലും വെല്ലുവിളി അദ്ദേഹത്തിനുണ്ടോ? BJP സംസ്ഥാന അധ്യക്ഷൻ NDA കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ അകത്തോ പുറത്തോ കൂടുതൽ വെല്ലുവിളി എന്നായിരുന്നല്ലോ ചോദ്യം. പുറത്തെന്തെങ്കിലും വെല്ലുവിളി BJP കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും BJP കേരളത്തിൽ അധികാരം പിടിക്കുകയാണെങ്കിൽ അധികാരം നഷ്ടപ്പെടാൻ പോകുന്ന 2 പേരാണല്ലോ ഈ ചർച്ചയിൽ തന്നെ മറ്റു 2 പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇന്നുവരെ അധികാരം പിടിച്ചിട്ടില്ലാത്തൊരു സംവിധാനമാണ് BJP. എന്നാൽ കേരളത്തിൽ തുടർച്ചയായിട്ട് മാറി മാറി ഭരണം കൈയാളുന്ന 2 പാർട്ടികളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ BJP അധികാരം നേടാൻ പ്രാപ്തിയുള്ള ഒരു സംവിധാനമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൂട്ടർക്ക് ആശങ്കയുണ്ടാവും. തങ്ങൾ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സും തങ്ങളുടെ ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഭരണ സംവിധാനവും അതിന്റെ ഭാഗമായിട്ടുള്ള അഴിമതിയും അതിന്റെ കാര്യമായിട്ടുള്ള താൻപോരിമയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ BJPയെ പോലെ
ഒരു ആദർശാധിഷ്ഠിതമായിട്ടുള്ള ദേശീയവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണം വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂട്ടർക്കെല്ലാം വലിയ ആശങ്കയുണ്ടാവും. അവരുടെ ഭാഗത്ത് ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളും വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അദ്ദേഹത്തെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും. എന്നാൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം അവർ നടത്തിയാലും അതിനെല്ലാം നേരിടാൻ ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു കരുത്ത് BJP കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വെല്ലുവിളികളെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാറുള്ളൂ.